नमस्कार दोस्तों, आज की हिंदी कक्षा में आप सबका हार्दिक स्वागत। आप सब कैसे हैं? ठीक है ना जी। हम क्या पढ़ रहे थे जी? चीफ की दावत नामक एक कहानी आपको याद है? माँ और बेटे, നമ്മുടെ പൊങ്ങച്ചമുള്ള മോനും പാമ്പും പിടിച്ച അമ്മയും ഓർമ്മയില്ലേ? माँ का चरित्र चित्रण लिखने को कहा था आपसे। मेरे विचार है कि आप सब लिख गया होगा, आप सब लिखा होगा, है ना? उसकी चर्चा हम करेंगे। നിങ്ങൾ എന്തൊക്കെ പോയിന്റ് എഴുതി വെച്ചിരിക്കണം നോക്കൂ। हम कहानी पूरे पढ़ने के बाद हम देखेंगे, क्या है ना? ठीक है, നിങ്ങൾ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അമ്മയെ കുറിച്ചിട്ട്. അപ്പം നമുക്ക് മൊത്തം ഒന്ന് പഠിച്ച് നോക്കാം, മുന്നോട്ട് കുറച്ചുകൂടെ പോയി നോക്കാം. അപ്പോഴത്തേക്കും നിങ്ങൾ എഴുതിയത് എന്താണെന്ന് മനസ്സിലാവുമല്ലോ, है ना? മോൻ്റെ ചിന്ത എന്താണു? बेटे की श्यामनाथ की परेशानी क्या थी? अगर माँ और चीफ के साथ मुलाकात अगर हो जाए तो कुछ मुश्किल होगा, ऐसा विचार है श्यामनाथ की, क्योंकि स्टेटस की कुछ हानि महसूस होगी, है ना? फिर माँ को जेवर नहीं है, जो जेवर मीन्स എന്താ പറയുക, ऑर्नामेंट्स जेवर थे सब बेटे के लिए खर्च कर चुकी है। ये सुनकर श्यामनाथ को अच्छा नहीं लगा था और श्यामनाथ ने यही कहा था कि क्या मैं अब उससे दुगना खरीद कर लाऊं, उससे दुगना क्या खरीद कर लाऊं मैं? അങ്ങനെ അമ്മ ചോദിക്കും. അപ്പോൾ അമ്മ എനിക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ പഠനത്തിന് വേണ്ടിയിട്ട് മോനെ അന്ന് അതൊക്കെ ഞാൻ ചിലവാക്കിയല്ലോ എന്ന് ചോദിച്ചാൽ എന്താ ഞാനിപ്പോൾ എൻ്റെ ഇരട്ടി തരണോ എന്ന് ചോദിക്കുമോ? എന്താ ചോദിച്ചാൽ അങ്ങനെ ഒരു പക്ഷെ അങ്ങനെ ചോദിച്ചാൽ എന്താ സംഭവിക്കുക? മാ സഹ നഹീ സകേംഗി, है ना? माँ अम्मा സഹിക്കാൻ പറ്റില്ല. यहाँ भी माँ रो रो कर उससे हाथ जोड़कर कहते हैं कि बेटा ऐसा मत कहो, मैंने बस यूं ही कहा था, मैं इसके बारे में बेटे से दोबारा नहीं तो वापस मांगने के बारे में कभी मैं कभी सोच भी नहीं सकती है, ഇല്ലേ? എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ അമ്മയ്ക്ക്? कभी सोच भी नहीं सकती हैं। फिर माँ के वेशभूषा के बारे में, फिर माँ को कहाँ रखना के बारे में। इसके बीच माँ बस यूं ही कहेगी कि मैं अपने पड़ोसी सहेली है उसके साथ आज का रात बिताऊँ, लेकिन बेटे को इसके भी शिकायत है, क्योंकि उस सहेली भी ज़्यादा पढ़ी लिखी नहीं है, बेचारी औरत है। माँ और उसके साथ अगर सहेली के साथ अगर दोस्ती हो तो, नहीं तो रिश्ता कायम रखे तो उसके स्टेटस के लिए और भी कुछ हानियाँ महसूस होगी. വീണ്ടും ആ കൂട്ടുകാരായിട്ടുള്ള കൂട്ടേ ശരിയല്ല. ഇസിലിയെ അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞില്ലായിരുന്നോ, പഴയ ആൾക്കാർ അവരുടെ പഴയ കൂട്ടുകാരെയൊക്കെ കാണുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണുന്ന പോലെ ഇനി ഒരു 50 വർഷം കൂടെ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഫ്രണ്ട്സും വഴിയിൽ പഠനത്തിൻ്റെയോ ജോലിയുടെയോ ഇടയ്ക്ക് കിട്ടുന്ന സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും വിലപ്പെട്ടത്. അപ്പം കുറേ വലുതാകുമ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഒരു സുഹൃത്തിനെ കാണുന്നത് മോശമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എന്ത് സങ്കടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ माँ के इस संवेदना को नहीं तो भावना को बेटे नहीं समझती है, नहीं तो समझने की कोशिश भी नहीं करती है, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേ ഇല്ല. माँ बेटे सिर्फ अपने बारे में, अपने तरक्की के बारे में, अपने ऐश आराम की ज़िंदगी के बारे में, समाज में उनके स्थान के बारे में मात्र सोचते हैं. इसलिए ही माँ की वेदना नहीं तो माँ के भावनाओं को न समझने, माँ की भावनाओं पर अनजान रहकर सिर्फ उनके खाने पीने मात्र देती है और उनके लिए बस इतना ही काफ़ी है, ऐसा सोचते हैं, है ना? അവർക്ക് എന്തെങ്കിലും കഴിക്കും. നിങ്ങൾക്ക് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ആഹാരവും വസ്ത്രമൊക്കെ തന്നാൽ മതിയോ? നിങ്ങളൊരു മുറിയിൽ ഇങ്ങനെ അടച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പിണ്ടരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. പക്ഷെ സമയത്തിന് ഭക്ഷണമൊക്കെ തരുന്നുണ്ട്, അത് മാത്രം മതിയാവോ? നിങ്ങൾ കൂട്ടുകാർക്ക് പോലും ഇപ്പോൾ സങ്കല്പിക്കാനേ പറ്റില്ലല്ലേ? അപ്പോൾ നമ്മുടെ പാരൻസിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾക്ക് സങ്കടം ഉണ്ടാകുന്നത്, നമ്മൾക്ക് വിഷമം ഉണ്ടാകുന്നത്, നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം നമ്മുടെ പാരൻസിന് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല, ഒരിക്കലും. അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് വളരെ സ്യൂട്ടായിട്ടുള്ളൊരു കഥയാണ്, ആപ്റ്റായിട്ടുള്ളൊരു കഥയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തന്നെയാണ്
എന്താ പറയുക, ആജ് കാ ബച്ച കൽക്കാ നാഗരിക്, ഇന്നത്തെ കുട്ടിയല്ലേ നാളത്തെ പൗരൻ. ഇന്ന് നമ്മൾ ഓരോന്നും കണ്ടും മനസ്സിലാക്കി നന്നായിരുന്നാൽ മാത്രമേ നാളെ നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റുള്ളൂ. फिर बच्चों रात 8 बज गए और सारे के सारे मेहमान आ रहे हैं, चीफ भी आ गए। चीफ और सारे मेहमान सब सारे दोस्त घर बार सब देख रहे हैं, उनको सब अच्छा लगा। बहू की कपड़ा और घर की सजावट, खान पीन सब उनको अच्छा लगा। इसी समय चीफ घर बार देख रहे हैं, उसने देखा कि चीफ ने देखा कि उस कमरे के उस कोठरी माने, कोठरी എന്ന് പറയും, कोठरी माने छोटा सा कमरा, उस कमरे के बरामदे में एक बूढ़ी औरत बैठ रही है, कुर्सी पर पैर रखकर सो रही है. അപ്പോൾ ആലോചിക്കൂ, ഒരു അമ്മ പാവം, നിങ്ങളൊന്ന് അമ്മയെ സങ്കല്പിച്ച് നോക്കൂ, ഒരു കസേരയിൽ കൂനി കൂടിയിരുന്ന് കാലൊക്കെ പുറത്ത് കയറ്റി വെച്ചിരുന്ന് ഉറങ്ങുന്ന ഒരു രൂപം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ये दृश्य देखकर श्यामनाथ को अपने आप में शर्म का भाव, लज्जा का भाव महसूस होने लगा. ഓ ഈ അമ്മ ഇതെന്തോന്ന് കാണിക്കുന്നത്. അപ്പം അമ്മ പാവം ശല്യപ്പെടുത്താതെ ആ മുറിയിലെ ചെറിയ വരാന്തയിൽ കയറിയിരിക്കുകയാണ്. ചീഫ് അങ്ങോട്ടൊന്നും ചെല്ലുമെന്ന് വിചാരിച്ചില്ല. ചീഫ് ആ दृश्य देखकर सीधे उस औरत के सामने, माँ के सामने चल दिए और माँ को देखने लगे. श्यामनाथ जल्दी ही आकर उनके मन में नफरत, विद्वेष, सभी से भरा हुआ वो कुछ अजीब से भाव से जा रहे हैं. കുറച്ച് ആകപ്പാടെ ഒരു വിമിഷ്ടം, ഓ ഇതെന്തൊരു കഷ്ടം, മര്യാദയ്ക്ക് ആ മുറിക്കാതെ തന്നെ ഇരിക്കാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലുകയാണ്. ഫിർ മാക്കോ പുക്കർന പടാ, ചീഫ് വന്ന് നിൽക്കുമല്ലേ, മാ രണ്ടു പ്രാവശ്യം വിളിച്ചപ്പോൾ മാ जल्दी ही उठकर खड़ा हो गया और उनके दिल थक थक करने लगे. ഹൃദയം കിടന്നിടിക്കാൻ തുടങ്ങി. പാവം അമ്മ പേടിച്ചു പോയി. इस समय सारे के सारे मेहमान भी वहाँ आ गए. ചീഫ് എങ്ങോട്ട് പോകണം, അങ്ങോട്ടാണല്ലോ ഇങ്ങനെ ചുറ്റി വരുന്നത്. सारे के सारे मेहमान भी वहाँ आ गए. बेटे और बहू आपस में देखने लगे, മുഖത്തോട് മുഖം നോക്കുമല്ലോ. फिर बेटे माँ का परिचय करने में विवश हो गए. ഗതികേടുണ്ട്, വിവശകരണപ്പെടാ എന്ന് പറയുന്നല്ലോ, ഒരു ഗതികേട് കൊണ്ട് അമ്മയെ പരിചയപ്പെടുത്തേണ്ടി വന്നു. അപ്പം അംഗ്രേജി സ്റ്റൈലാണല്ലോ, ഇംഗ്ലീഷ് സ്റ്റൈലാണല്ലോ. चीफ माँ के सामने हाथ देने लगी. किस हाथ? दाएं हाथ. लेकिन माँ बहुत परेशान थी, भयंकर टेंशन ले. माँ सिर्फ बाएं हाथ दिए. क्यों? माँ के दाएं हाथ में जपमाला है, वो माला പിരോയെ बैठ रही थी. ഈ മാല, ജപമാല ഇങ്ങനെ തിരിക്കുമല്ലോ, वो प्रार्थना कर रही थी. इसलिए माँ के दाएं हाथ में माला है और वो എന്താ പറയുക, ഒരു ഓട്ടോമാറ്റിക്കായിട്ടൊന്നും നമ്മൾ പറയാറില്ല, ഒരാൾ കൈ മാ ഇങ്ങനെ പേടിച്ച് കൈ ഇങ്ങനെ നീട്ടാണ്, ഇടത് കൈ. चीफ को कोई भेदभाव नहीं था, चीफ को कोई यही एक समस्या ही नहीं था. चीफ खुशी खुशी से माँ का हाथ मिलकर वो बातें कर रहे हैं. हाँ माँ ഭയങ്കര സന്തോഷമാണ്. फिर ഇദ്ദേഹം പറയാണ്, മാ അംഗ്രേസി നഹി ജാൻതി ഹേ. वो ഇങ്ങനെ ഒരു പരുങ്ങലുണ്ടല്ലോ, മാ അംഗ്രേസി നഹി ജാൻതി ഹേ. അപ്പോൾ വീണ്ടും പറയണം, മാ ഹാത്ത് മിലാവോ और फिर पूछ लो हाउ डू यू. അപ്പോൾ നമ്മുടെ ചീഫ് ചോദിക്കുകയാണ്, हाउ डू यू डू. श्यामनाथ ने माँ के कानों से कह रहे, माँ बोलिए हाउ डू यू डू. माँ पूछिए हाउ डू यू डू. माँ क्या जानते हैं कि हाउ डू यू डू पूछना, हाउ डू यू कहने के लिए माँ नहीं जानती. फिर माँ एक तरह ഒരു വിധത്തിൽ फिर माँ पूछ लिया कि हाउ डू यू डू. അമ്മ ചോദിക്കുന്ന ആ ഒരു അറപ്പ് ഇങ്ങനെ, हाउ डू यू डू. ऐसे ही वो बोल सका, ऐसे ही वो बोल सकी. ये भी चीफ के सामने कोई समस्या नहीं थी. चीफ को इसके बाद चीफ इसकी कोई परवाह ही नहीं किया. फिर पूछ लिया कि क्या माँ आप यहाँ क्यों बैठा हैं. चीफ बहुत खुश थी.
माँ भी बहुत खुश थी, नहीं, चीफ बहुत खुश थी। और बेटे और बहू की परेशानी ये थी कि अगर माँ कुछ अनाप शनाप की बातें, नहीं तो कुछ अजीब गरीब सी बातें कहें तो दूसरों के सामने हमें लज्जित करना पड़े. മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടേണ്ട എന്തേലും അമ്മ പറയുമോ, അബദ്ധം വല്ലതും പറയുമോ എന്നുള്ളതായിരുന്നു ടെൻഷൻ. फिर भी श्यामनाथ ये कहते रहे कि माँ गाँव का है, गाँव वाली है, और शहरीली सभ्यता नहीं जानती. गाँव नाम सुनकर चीफ बहुत आश्चर्यचकित का भाव प्रकट करने लगे. പെട്ടെന്ന് जी वो गाँव മാ പഞ്ചാബ് की कहानी है. പഞ്ചാബ് എന്ന് പറഞ്ഞ പ്രദേശത്തെയാണ് അമ്മയുടെ ആ നേറ്റീവ് പ്ലേസ് ആയിട്ട് പറയുന്നത്. पंजाब के गाँव वालों ने घर में क्या क्या, गाँव में क्या क्या करते हैं घर में बैठकर, വീട്ടിലിരുന്നിട്ട് ചെയ്യുന്ന വീട്. കാരണം ഓരോ നാട്ടിൻ പുറത്ത് ഇപ്പം നമ്മൾ എന്താ പറയുക, നെയ്ത്ത് ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ഈ കരകൗശല, നമ്മൾ നോർത്തിലോട്ടൊക്കെ പോകുമ്പോഴേ രാജസ്ഥാനിലാണെങ്കിലും മറ്റ് സ്ഥലത്തുണ്ട്, യു പിയിലാണെങ്കിൽ ചില പ്രദേശത്ത് ചില പ്രത്യേക ഏരിയകളിൽ ഈ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ, ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, കളിമണ്ണ് ഉണ്ടാക്കുന്നതുണ്ട്, ചിരട്ട കൊണ്ടുണ്ടാക്കുന്ന പണികളുണ്ട്, പിന്നെ അല്ലാണ്ട് ഈ പറയുന്ന ചകിരിയോ തൊണ്ടോ എന്താ വെച്ചാൽ കിട്ടുന്നതുകൊണ്ട് കരകൗശല പണികൾ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ കൈത്തറിയൊക്കെ അതിൽ പെടുന്നതാണ്. നെയ്ത്ത് ഗ്രാമങ്ങൾ തന്നെയുണ്ട്. അപ്പം ഓരോ ഗ്രാമത്തിലും അതിൻ്റേതായ വിശേഷതകൾ, എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ ഉണ്ടാവാം. ചിലപ്പോൾ പാട്ടാവാം, നൃത്തമാവാം, പിന്നെ നാടൻ പാട്ടുകൾ കേട്ടിട്ടില്ലേ, കൊയ്ത്തുപാട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുള്ളൂ. ഏതെങ്കിലും ഒരു ഇപ്പോൾ കാർഷിക വൃത്തിയിൽ കൂടുതലുള്ള, കൃഷി കൂടുതലുള്ള നാട്ടിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാവാം. इसीलिए चीफ बहुत उत्सुक होकर पूछ रहे कि आपके गांव में गाँव वाले लड़के लड़कियां नहीं तो औरतें क्या करती है. माँ ने बताया कि लड़कियां गुड़िया बनाती है, औरतें फुलकारियाँ बनाती है. ഫുൾക്കാരി മനെ ഗുഡിയ മനെ അറിയില്ല, ടോയ്സ്. കുട്ടികൾ, പെൺകുട്ടികൾ എന്തെങ്കിലും ടോയ്സ് ഒക്കെ ഉണ്ടാക്കും. ഔരത്തെയും സ്ത്രീകൾ എന്താ ഉണ്ടാക്കുന്ന, ഫുൾക്കാരി. ഫുൾക്കാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൂ കൊണ്ടുള്ള തുന്നലാണ്, ചിത്രത്തുന്നലെന്ന് പറയും. ഇപ്പോൾ അവരുടെ ഈ ദുപ്പട്ടയിലും സാരിയിലും കർച്ചീഫിലും ഒക്കെയും ഇപ്പോൾ നമ്മുടെ സെറ്റുകളിലും ഒക്കെ അലങ്കരിക്കുന്ന കൈ കൊണ്ടുള്ള തുന്നൽ വളരെ മനോഹരമാണ്. നിറയെ നല്ല പണികളാണ്, പക്ഷെ വളരെ മനോഹരമുള്ള തുന്നൽ പണിയാണ്. നോർത്തിലോട്ടൊക്കെ ചെന്നാൽ അങ്ങനെ നമ്മൾ യു പിയിലായാലും രാജസ്ഥാനിലായാലും ബംഗാളിലായാലും എവിടെയായാലും അങ്ങോട്ട് നോർത്തിലോട്ട്, നമ്മൾ സൗത്തിലോട്ട് ഒരുപാടുണ്ട്. നമ്മൾ ഈ ചിത്ര തുന്നലുകളും ഒക്കെയും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഏത് നാട്ടിലെടുത്താലും, ഇപ്പം ഈവൻ തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ ചിത്ര തുന്നൽ ഈ ഫുൾക്കാരി सुनकर चीफ ज़्यादा खुश हो गए. मुझे भी एक फुलकारी दे सकते हैं, मुझे भी आप एक फुलकारी दे देंगे आप. माँ ये सुनकर हैरान हो गए. फिर कहने लगे जी मुझे अब मुझे आँख नहीं, मुझे अब आँख कुछ ठीक नहीं है, ഇങ്ങനെ തപ്പി മുझे എനിക്ക് പറ്റുമോ, എൻ്റെ കണ്ണ് എന്നൊക്കെ പറയുവാണ്. ये सुनकर माँ की फुलकारी के बारे में सुनकर നമ്മുടെ चीफ प्रभावित होने के प्रभावित फुलकारी और चीफ की प्रभाव देखकर श्यामनाथ कुछ गर्व महसूस करने लगे. आहा भयंकर मैं अब कुഴപ്പമില്ല. बेटे और बहू ज़्यादा खुश थे और चीफ से कहने लगे कि जी ज़रूर माँ फुलकारी ज़रूर देंगे आपको. फिर चीफ कहने लगे कि आपको गाना वाना आता है, नाच गीत आता है गाँव की. അപ്പോൾ അമ്മയുടെ പാട്ട് കേൾക്കണം എന്ന് പറയുമ്പോൾ ശ്യാംനാഥ് പ്രോത്സാഹിത് करते रहे. माँ गाओ ना, माँ को गीत आता है, माँ गाओ ना. अम्मा പേടിച്ചിരിക്കണം. मुझे कुछ थोड़ा ही आता है, मैंने बहुत पहले ही गाती थी लेकिन अब नहीं. चीफ और सारे दोस्तों की गुजारिश से माँ सिर्फ 4 पंक्ति गाँव वाले गीत गाने लगी और चीफ तालियां बजाते रहे, तालियां बजते ही रहे. കൈയടിച്ചിട്ട് അദ്ദേഹത്തിന് മതിയാവുന്നില്ല നാടൻ പാട്ടുകളൊക്കെ കേട്ടപ്പോൾ. ये सब देखकर श्यामनाथ बहुत खुश हो गए और वो बहुत गर्व से, अभिमान से वहाँ से निकला. फिर पार्टी वार्टी सब खत्म हो गए, एല്ലാം കഴിഞ്ഞു. श्यामनाथ माँ से आकर कहने लगे क्या माँ आप कब फुलकारी देंगे मुझे.
അമ്മ എപ്പോഴാ ഫുൽക്കാരി തരുന്നത്? सब फुलकारी देंगे माँ। माँ ने विवशता होकर माँ विवश होकर कहा बेटा मैं अब फुलकारी नहीं बना सकती है, बुन सकती है, क्योंकि मेरी आंखें खराब है, मेरे आंख ठीक नहीं है बेटा। विवश होकर वे कहने लगे। ऐ सुनकर श्यामनाथ को फिर द्वेष आने लगे। श्यामनाथ को फिर द्वेष कोप आने लगे। क्यों? क्योंकि चीफ से वादा किया था कि वो ज़रूर फुलकारी देंगे, लेकिन माँ की विवशता, माँ की परेशानी, नहीं तो माँ का दुख, वो उनके समझ के बाहर थे। वे सिर्फ अपने बारे में मात्र सोचते थे, है ना। फिर कहने लगे कि ऐसे आप फुलकारी नहीं देंगे तो मेरा काम तमाम हो जाएगा, मेरी तरक्की कैसे होगी? चीफ मांगा था ना, अगर चीफ को मैं प्रभावित न कर पाऊँ तो मेरी तरक्की कैसे संभव होगी? ऐसे कहते रहे और द्वेष करते रहे, नहीं तो कुछ परेशानी महसूस करते रहे। ये सुनकर माँ के आंखों से आंसू बहने लगे। माँ खुशी से रोने लगे और कहते रहे कि बेटा क्या मैं अगर फुलकारी दे तो बुनकर दे तो तेरा तरक्की हो जाएगा। मेरी फुलकारी पर मेरी फुलकारी पर तेरी तरक्की हो जाएगा। बेटे ने कहा जी हाँ, कैसे कैसे मैं चीफ को इम्प्रेस कर सकूँ, मैं कैसे मैं चीफ को प्रभावित कर सकूँ, उतनी आसानी से मेरी तरक्की हो जाएगी। अब मेरी दावत से और आपसे, आपके गाने से, आपकी फुलकारी से साफ संतुष्ट है, प्रसन्न है, मेरी तरक्की ज़रूर हो जाएगी। लेकिन अब मैं अगर फुलकारी नहीं देंगे तो कुछ मुश्किल हो जाएगा। ये सुनकर माँ अपनी परेशानी भूल गई, अपनी विवशता भूल गई, सब भूल गई और रोते रोते कहते रहे कि ज़रूर बेटा मैं फुलकारी ज़रूर दूंगी, तुझे तरक्की अगर मिल जाए तो, इससे तेरी उन्नति हो जाए तो मैं बहुत ज़्यादा खुश हूँ, क्योंकि मैं तेरी उन्नति के लिए, मैं तेरी उन्नति के लिए जी रही हूँ। मैं इसीलिए ही हरिद्वार जाने की इच्छा भी की थी कि इससे तुझे कुछ भलाई हो। अगर मैं यहाँ रहा तो तुझे और बहू को कुछ परेशानियाँ होगी। मैं अब जिंदगी जी चुकी हैं, अब मैं हरिद्वार या कहीं भी रहूँ, लेकिन इससे तुझे कोई हानि नहीं हो जाएगी। इसीलिए मैंने हरिद्वार जाने की इच्छा भी की थी तुझसे, लेकिन मैं यहाँ से वहाँ जाने पर तुझे कुछ बुराई, तुझे कुछ हानि हो तो मैं यही रहूँगी, तेरे लिए सब कुछ करूँगी, फुलकारी बनाऊँगी, तेरी तरक्की के लिए, नहीं तो तेरी ज़िंदगी की उन्नति के लिए मैं सब कुछ करने को तैयार हूँ। तू चिंता मत कर बेटा, तुझे जो कुछ भी चाहिए मैं वह सब दूंगी, क्योंकि तेरा अच्छा भविष्य ही मेरी ज़िंदगी है। मैं तेरे लिए ही जी रही हूँ। इस तेरे तरक्की के सामने, नहीं तो तेरी खुशी के सामने, तेरी उन्नति के सामने, तेरी भलाई के सामने मेरी सभी दुख, मेरी सभी परेशानियाँ सामने, मेरी सभी परेशानियाँ, मेरी सभी दुख, मेरी सभी विवशताएं कोई मायने नहीं रखती मेरे लिए, है ना। എന്തൊക്കെയാ അമ്മ പറഞ്ഞത്? ഞാൻ ഹരിദ്വാർ പോകാൻ ആഗ്രഹിച്ചിരുന്നതാണ്. ഹരിദ്വാർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പുണ്യസ്ഥലമാണ്. അപ്പോൾ ചിലരുണ്ടല്ലോ അവസാന നിലയിലെ അമ്പലനടയിലോ പള്ളിനടയിലോ ഒക്കെ ജീവിതം സമർപ്പിക്കുന്നവരുണ്ടാവാം. ഞാൻ അവിടെ പോകാൻ ആഗ്രഹിച്ചത് എന്താ? ഞാൻ കാരണം ഇവിടെ നിനക്ക് നാണക്കേടുണ്ടാവുമോ, അങ്ങനെ നീ ബുദ്ധിമുട്ടുമോ എന്ന് പേടിച്ചിട്ടാണ്. അപ്പം മകനും വൈഫും എപ്പോഴും സുഖമായിരിക്കുക, മകൻ്റെ കുടുംബത്തിന് എപ്പോഴും നല്ലത് മാത്രം വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പോയാൽ നിനക്കിതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ ഞാൻ പോകുന്നില്ല. കാരണം എപ്പോഴും എൻ്റെ പ്രാർത്ഥന എന്താണ്? നിൻ്റെ ഉന്നതി. ഞാനിനി ഈ ഫുൾക്കാരി, ഈ
ചിത്രപ്പണിയുള്ള അല്ലെങ്കിൽ ഈ കൈത്തുന്നൽ കൊണ്ട് ഒരു തൂവാലയായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വിരിപ്പാണ് ഉണ്ടാക്കി തരുമെങ്കിൽ എന്താണ്, അതുകൊണ്ട് നിനക്ക് സന്തോഷം, നിൻ്റെ സാബിന് സന്തോഷം, നിൻ്റെ ജോലിയിലൊരു ഉന്നതി ഉയർച്ച ഉണ്ടാവുമെങ്കിൽ എന്തിനും ഞാൻ തയ്യാറാണ്. തൂ ചിന്താമത്കർ. എപ്പോഴും കണ്ട് അവിടെ എൻ്റെ കണ്ണോ ബുദ്ധിമുട്ടോ ഒന്നും അമ്മ കണക്കാക്കുന്നില്ല. മനസ്സിലായോ? അപ്പം നോക്കൂ അമ്മയുടെ ചരിത്ര ചിത്രണം എന്താണെന്ന്. അപ്പോൾ ഇതിലൂടെ ഭീഷ്മസാഹിനി സാഹിത്യ കഥാകാരൻ എന്താ പറയുക, मध्यवर्गीय नौकरी पेशे समाज अपनी तरक्की के लिए, उन्नति के लिए कैसे कैसे मानवीय संवेदनाओं को, भावनाओं को भूल तोड़ते हैं और उस पर नज़रअंदाज करते हैं, इसका पर्दाफाश है एक कहानी. मध्यवर्गीय नौकरी पेशे समाज, मध्यवर्गीय മിഡിൽ ക്ലാസ് സൊസൈറ്റി, ആ ഒരു ഉദ്യോഗ വൃന്ദം തൻ്റെ ഫീലിങ്സ് ഇമോഷൻസും ഒക്കെ എങ്ങനെയാണ് തങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്നും മറ്റുള്ളവരുടെ വികാരങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ള ഒരു ചിത്രമാണ് ഈ ചീഫ് കി ദാവത്ത് എന്നുള്ള കഥയിലൂടെ നമ്മൾ കണ്ടത്. കൂട്ടുകാർക്ക് മനസ്സിലായി കാണൂലേ? അപ്പം നിങ്ങളൊരു സങ്കടമാണല്ലേ മനസ്സിലിങ്ങനെ വരുമ്പോൾ, ഈ അമ്മയോടുള്ളൊരു വിഷമം, ഇങ്ങനെ ഒരു മകനോ എന്നൊക്കെയുള്ള ചിന്തയല്ലേ നമ്മുടെ മനസ്സിൽ വരിക, ഒരു സങ്കടമാണ് വരിക, അല്ലെങ്കിൽ ആകപ്പാടെ ഒരു വിഷമം. और इस प्रकार माँ के चरित्र चित्रण के साथ एक माँ की डायरी भी है. क्या कुटर को ओरमेंडो, मुझे भूख नहीं है बेटा, ये सुनकर ही बेटे कहते हैं कि ठीक है माँ अब सो जाओ. एक अगर श्यामनाथ अपने कमरे में जाते हैं, माँ अपने कमरे में. माँ ये सोच कर रहती है कि मैं मुझे भूख नहीं है. ऐसा कहने पर बेटे ने कुछ कहे बिना ही वापस चले गए. उनके दिल में क्या बीती होगी, उनके सोच विचार क्या क्या होगा, इसी पर माँ उस दिन की डायरी लिखती है. वह डायरी आपको लिखना होगा. बेटे के उपेक्षा भाव का दुख, फिर उनकी माँ की ममता, उनकी तरक्की पर खुश, सब चिंताएं भर कर ही वो शायद डायरी लिखी होगी, है ना. उसका एक नमूना आप देखें. आप अपनी इच्छा अनुसार अपने भाषा में डायरी लिख सकती हैं. एक सिर्फ मैं यहाँ सिर्फ उसका एक नमूना दिखा रही हूँ. इसके साथ दोस्तों आप बेटे के माँ के चरित्र चित्रण लिखी है ना, वो भी देखें, उसका भी एक नमूना देखें. चरित्र चित्रण और माँ की डायरी ज़रा देखें. माँ का चरित्र चित्रण. इस कहानी की माँ एक सीधी सादी ग्रामीण औरत है. गांव में रहने के कारण ही शहरीली दिखावट पर वे अनजान रही. अपने बेटे ही उनकी दुनिया थी. कठिन मेहनत करके बेटे को सफलतापूर्ण जीवन तक पहुंचाया था. ममतामयी माँ बेटे की उन्नति पर खुश रहती हैं. स्वयं सादगी अपनाकर बेटे की उज्जवल भविष्य की कामना करती हैं. इस प्रकार एक आदर्श माँ बनकर बेटे और उनके परिवार के लिए प्रार्थना करके जी रहे हैं. डायरी. अब सो जाओ माँ कहते हुए श्यामनाथ अपने कमरे की ओर घूम गए. लेकिन माँ सो न सकी. उनके मन के विचार डायरी के रूप में लिखे. डेट കൂട്ടുകാരെ ഒരു ഡേറ്റ് അങ്ങ് ഇട്ടതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഇടാം. आज मेरा मन बहुत भारी सी लग रही है. बड़े साहब के आने से बेटा और बहू बहुत परेशान थे. मेरे बारे में सोचकर वे बहुत चिंतित थे. डर का कारण यह था कि कहीं मैं कुछ भला बुरा कहूँ. आखिर मैं क्या करूँ. बेटे के लिए, उनकी भलाई के लिए मैं कुछ भी करने को तैयार हूँ. उनकी सफलता ही मेरी ज़िंदगी है. तरक्की पर वे खुश हैं तो मैं उससे ज़्यादा खुश हूँ. लेकिन वे मुझे दूर करते हैं ऐसा लग रही हैं. मैं कुछ उदास हूँ. फिर भी हमेशा उनकी सफलता की दुआ करती हूँ. हे भगवान मेरे बेटे और उनके परिवार की रक्षा करें. जी हाँ दोस्तों, एक सिर्फ एक नमूना है. आप अपनी इच्छा अनुसार अपनी भाषा में लिख सकती हैं. ഈ കഥ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഈ മോഡലിൽ ഇതേ മാതൃകയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അമ്മയുടെ ചരിത്ര ചിത്രണവും പിന്നെയോ അമ്മയുടെ ഒരു ഡയറിയും. ജി ഹാ ദോസ്തോ,
चीफ की दावत, आज के मध्यवर्गीय नौकरी पेशे समाज की खोखലേപ്പൻ की പർദാഫാഷ്, മിഡിൽ ക്ലാസ്സിൻ്റെ ആ ഒരു എന്താ പറയുക പുറംമോടി മാത്രം അല്ലെങ്കിൽ മനസ്സിൽ തട്ടി അല്ലാതെയുള്ള പെരുമാറ്റം, അതിനെയൊക്കെ ഒന്ന് വെളിച്ചത്തിൽ കൊണ്ടുവരാണ് ചീഫ് की दावत। अब ठीक है दोस्तों, आज मैं यही समाप्त करती हूँ। हम अगले कक्षा में एक नए पाठ के साथ फिर शुरू करेंगे। ठीक है, धन्यवाद।